Good morning, students. Welcome to your third year in college. And a big congratulations to this great achievement because now you have become the super seniors in the college. But the irony is, നിങ്ങൾ super seniors ആയപ്പോഴത്തേക്ക് you can't come to the college because of our dire circumstances due to the pandemic. But under these circumstances, we can't put a stop to your education. That is why we decided to use all the resources at our hands and try to continue your education as effective as possible. So I hope that these online lessons would benefit you greatly. So നിങ്ങളുടെ ഫിഫ്ത്ത് സെമസ്റ്ററിൽ പതിവ് പോലെ നിങ്ങൾക്ക് 6 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പേപ്പേഴ്സ് ഇൻ യുവർ എൻറ്റയർ ഡിഗ്രി കോഴ്സ് ഇസ് ലിംഗ്വിസ്റ്റിക്സ്. Linguistics എന്ന് പറയുമ്പോഴത്തേക്ക് you can actually think of it as a continuation of the paper we dealt with in the last semester. But if you learn well, if you put some work into it, you can definitely score a lot of marks in this paper. Just like last semester when you did a lot of wonderful work, I really appreciate everything that you've done in my classroom. You have been wonderful. So let's move on to linguistics. And this is an introductory class. വളരെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ വേറൊന്നും ഡീൽ ചെയ്യുന്നില്ല. We are dealing with what is linguistics, why should we learn linguistics, what are the different branches of linguistics. അപ്പം ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. ലിംഗ്വിസ്റ്റിക്സ് മീൻസ് ഇറ്റ് ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആർട്സ് ആണോ സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മോർ സയൻസ് ദാൻ ആർട്സ്. ഇറ്റ് ഇസ് എ സയൻസ്. അതിന് മേജർ ആയിട്ടുള്ള 2 റീസൺസ് ഉണ്ട്. ഇറ്റ് ഇസ് എംപിറിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്. ആർട്സ് കാര്യങ്ങൾ എപ്പോഴും സബ്ജക്റ്റീവാണ്. നമ്മളൊരു പോയം വായിക്കുന്നതോ ഒരു പെയിൻറ്റിങ് കാണുന്നതോ നമ്മൾ ആസ്വാദനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളെ ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. ഇപ്പം ഞാനൊരു പെയിൻറ്റിങ് കാണുമ്പോൾ ഉള്ളൊരു ഇഫക്റ്റ് അല്ല നിങ്ങൾ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക്. സോ ഇറ്റ് ഇസ് സബ്ജക്റ്റീവ്. But at the same time, science is very objective. It is common. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കാം അതിന് റിയാക്ഷൻ കൊടുക്കുന്നത്. സോ ലിംഗ്വിസ്റ്റിക്സ് ഇസ് എംപിറിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓഫ് ലാംഗ്വേജ് ഫിനോമിന. കേൾക്കുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും, ബട്ട് വെരി സിമ്പിൾ. ലിംഗ്വിസ്റ്റിക്സിൽ എന്താണെന്ന് വെച്ചാൽ ഏതൊരു ലാംഗ്വേജും നമ്മൾ എടുക്കാം. ഇപ്പം മലയാളത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം സാമ്പിൾ കളക്ട് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ അവർ സംസാരിക്കുന്ന മലയാളത്തിൻ്റെ ആ ഒരു ശൈലിയാണ് നമ്മൾ പഠിക്കുന്നത് തൽക്കാലം. അപ്പം നമ്മൾ അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള റെക്കോർഡിങ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഒബ്സർവ് ദിസ് ലാംഗ്വേജ് ഫിനോമിന. നമ്മൾ കളക്ട് ചെയ്ത റെക്കോർഡിങ്സിനാണ് നമ്മൾ ലാംഗ്വേജ് ഫിനോമിന എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നന്നായി ഒബ്സർവ് ചെയ്യുന്നു. ഈ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് വി കം അപ്പ് വിത്ത് സർട്ടൻ എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഇതാണ് ലിംഗ്വിസ്റ്റിക്സിൽ നടക്കുന്നത്. സോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആർട്സിൻ്റെ സ്ട്രീമിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഇസ് എ സയൻസ്. ഇറ്റ് ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അതിന് 2 റീസൺസ് ഉണ്ട്. ഇറ്റ് ഇസ് എംപിറിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്. ഇറ്റ് ഇസ് എൻ എക്സ്പ്ലനേഷൻ ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓഫ് ലാംഗ്വേജ് ഫിനോമിന. വൈ ഷുഡ് വി സ്റ്റഡി ലിംഗ്വിസ്റ്റിക്സ്? വാട്ട് ഇസ് എ കൺസേൺ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്? 3 റീസൺസ് ആണ് നമ്മൾ മെയിനായിട്ടും പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ട്രൈസ് ടു ഡിസ്ക്രൈബ് ലാംഗ്വേജ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ലൊക്കേഷനുള്ള മലയാളത്തിൻ്റെ ഒരു ശൈലി, ആ ഒരു ഡയലക്റ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. രണ്ടാമത് ഇറ്റ് സ്റ്റഡീസ് ദ നേച്ചർ ഓഫ് ലാംഗ്വേജ്. ഈ പെർട്ടിക്കുലർ ഒരു മലയാളത്തിൻ്റെ ഡയലക്റ്റിന് തന്നെ അതിൻ്റെ നേച്ചർ, എന്തുകൊണ്ടാണ് അതിങ്ങനെ ആയത്, എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ മലയാളം അതിൻ്റെ നെയ്ബറിങ് പ്രദേശങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സോ ഇറ്റ് സ്റ്റഡീസ് ദ നേച്ചർ ഓഫ് ദിസ് ലാംഗ്വേജ്. ആൻഡ് തേർഡ്ലി ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ തിയറി ഓഫ് ലാംഗ്വേജ്. 3 റീസൺസ് ആണ്, കൺസേൺസ് ആണ് ലിംഗ്വിസ്റ്റിക്സിന്. ഡിസ്ക്രൈബ് ലാംഗ്വേജ്, സ്റ്റഡി ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ തിയറി ഓഫ് ലാംഗ്വേജ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ എല്ലാ ഏരിയയിലും എല്ലാ അരീനയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് നമ്മൾ സംസാരിക്കാനും വായിക്കാനും ശ്രദ്ധിക്കാനും അങ്ങനെ പല കാര്യങ്ങളിൽ LSRW, ഈവൻ തിങ്കിങ് റിക്വയർസ് ലാംഗ്വേജ്. സോ ഹ്യൂമൻ ആക്ടിവിറ്റി ആൻഡ് നോളജ് അതിൻ്റെ എല്ലാ എരീനയിലും യൂസ് ചെയ്യുന്ന
ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. സോ ലാംഗ്വേജ് ഹാസ് ടു ബി സ്റ്റഡീഡ് ഇൻ റിലേഷൻ ടു ദീസ് ഏരിയാസ് ഓഫ് നോളജ്. നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഓരോ ഏരിയയും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദർ ആർ മെനി ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. നമ്മളിവിടെ വളരെ കുറച്ച് ബ്രാഞ്ചസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ ജനറലി അതിൻ്റെ കുറച്ച് ഡിവിഷൻസ് നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജനറൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് descriptive linguistics. General linguistics, as a name suggests, studying language in general. വളരെ ജനറൽ ആയിട്ട്, വളരെ വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ലിംഗ്വിസ്റ്റിക്സിനെ പറ്റിയിട്ടുള്ള. അതിൽ കോൺസെപ്റ്റ്സ്, കാറ്റഗറി എല്ലാം നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജിനെ പറ്റി മാത്രം നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഓവർവ്യൂ നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് പഠിക്കുന്നു. ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡീസ് പെർട്ടിക്കുലർ ലാംഗ്വേജസ്. ജനറൽ ലിംഗ്വിസ്റ്റിക്സിൽ ഞാൻ മലയാളം പഠിക്കും, ഇംഗ്ലീഷ് പഠിക്കും, ഹിന്ദി പഠിക്കും, എനിക്കറിയാവുന്ന എല്ലാ ലാംഗ്വേജിനെ പറ്റിയും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യും. ബട്ട് ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനെ ബേസ് ചെയ്ത് മാത്രം പഠിക്കുന്നു, സ്റ്റഡി ചെയ്യുന്നു. അപ്പം ആ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിൻ്റെ ഫൊണറ്റിക്സ് എന്താണ്, മറ്റ് ഫീച്ചേഴ്സൊക്കെ എന്താണ്, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പഠിക്കുന്നു. That is called descriptive linguistics. But general linguistics is a general study of language. Descriptive linguistics is a specific or study of particular languages. Let's move on to the next two branches. Theoretical and applied linguistics. ഇതും പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന്റെ തിയറിയെ പറ്റി പഠിക്കുന്നു. സോ വാട്ട് ഇസ് ദ സ്ട്രക്ചർ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്, അതെല്ലാം നമ്മൾ കുറെ തിയറീസ് പഠിക്കുന്നു. നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ പഠിക്കുന്ന ഒരു കാര്യമാണ് തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗോൾ വളരെ സിമ്പിളാണ്. ഇതാണ് അതിൻ്റെ ഗോൾ. We have to formulate a satisfactory theory of the structure of language in general. ആ പെർട്ടിക്കുലർ ലാംഗ്വേജിനെ പറ്റി ഒരു തൃപ്തികരമായിട്ടുള്ളൊരു തിയറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സിന്. ബട്ട് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പഠിച്ച തിയറീസിനെല്ലാം ആ കോൺസെപ്റ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇപ്പം ലാംഗ്വേജ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തിയറീസ് ഒക്കെ, കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലേണിംഗ് ഡിസോർഡേഴ്സ്, സ്പീച്ച് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പം ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ തിയറീസ്, നമുക്ക് മനസ്സിലുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അതിനാണ് നമ്മൾ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ജനറലും വരാം, ഡിസ്ക്രിപ്റ്റീവും വരാം. ജനറൽ ലിംഗ്വിസ്റ്റിക്സും വരാം, ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സും വരാം. So next is micro and macro linguistics. This is more or less like general and descriptive linguistics. Micro linguistics എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു നാരോ വ്യൂ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. വളരെ എന്താ പറയുക, അതെന്താണെന്ന് നമ്മൾ താഴോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് സിസ്റ്റംസ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലാംഗ്വേജിനകത്ത് ഒരുപാട് സിസ്റ്റംസ് വരുന്നുണ്ട്. മൈക്രോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ പറ്റി മാത്രമേ പഠിക്കുകയുള്ളൂ. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് സ്പീച്ച് സൗണ്ട്സ്, ശബ്ദങ്ങളെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഫോണറ്റിക്സ്. അത് മൈക്രോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം അവിടെ സൗണ്ട്സിനെ പറ്റി മാത്രമേ പഠിക്കാറുള്ളൂ, അവിടെ വേർഡ്സിനെ പറ്റി പഠിക്കുന്നില്ല. വി ഡോണ്ട് ലേൺ അബൌട്ട് സെൻറ്റൻസസ്, ഫ്രേസസ്, ക്ലോസസ്, മീനിങ്സ്. അവിടെ നമ്മൾ സൗണ്ട്സിനെ പറ്റി മാത്രമേ പഠിക്കാറുള്ളൂ. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് മൈക്രോ ലിംഗ്വിസ്റ്റിക്സ്. ഒരു നാരോ ആയിട്ടുള്ള വ്യൂ ആണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു മാക്രോ ലിംഗ്വിസ്റ്റിക്സ്. മാക്രോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ടുള്ളൊരു വ്യൂവിനാണ് മാക്രോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ലാംഗ്വേജ് എങ്ങനെ നമ്മൾ അക്വയർ ചെയ്യുന്നു. നമ്മൾ ഒരു 1-1.5 വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഹൗ ഡു വി അക്വയർ ലാംഗ്വേജ്? ഹൗ ഇസ് ലാംഗ്വേജ് സ്റ്റോർഡ് ഇൻ ദ ബ്രെയിൻ? ഹൗ ഇസ് ലാംഗ്വേജ് യൂസ് ഫോർ വേരിയസ് ഫങ്ഷൻസ്? അങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റിയും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് മാക്രോ ലിംഗ്വിസ്റ്റിക്സ്. അതുപോലെ തന്നെ ലാംഗ്വേജും കൾച്ചറുമായിട്ടുള്ള ബന്ധം.
ലാംഗ്വേജും സൈക്കോളജിയുമായിട്ടുള്ള ബന്ധം, ലാംഗ്വേജും ഫിസിയോളജിയുമായിട്ടുള്ള ബന്ധം, ലാംഗ്വേജും ബിഹേവിയറുമായിട്ടുള്ള ബന്ധം, അങ്ങനെ മറ്റ് പല റിലേഷൻസ്, പല ഏരിയാസിൽ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഏരിയാസിനെ പറ്റി എല്ലാം പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് മാക്രോ ലിംഗ്വിസ്റ്റിക്സ്. അപ്പം മൈക്രോ ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ നാരോ വ്യൂ ഓഫ് ലാംഗ്വേജ്, മാക്രോ ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ ബ്രോഡർ വ്യൂ ഓഫ് ലാംഗ്വേജ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പിക്ചർ. ഈ പിക്ചറിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു റൗണ്ട് സെറ്റപ്പിൽ നമ്മൾ കൊടുത്തേക്കുന്നു. ഇതിന് അകത്ത് ഓരോരോ വട്ടത്തിനകത്തുള്ള കാര്യങ്ങൾ കണ്ടോ, ഇതാണ് മൈക്രോ ലിംഗ്വിസ്റ്റിക്സ്. ഈ ചെറിയ വട്ടത്തിലുള്ളതാണ് ഫൊണറ്റിക്സ്. കാരണം അവിടെ ഏറ്റവും ചെറിയ യൂണിറ്റിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ, ഫൊണറ്റിക്സ് ചെറിയ യൂണിറ്റ്. കുറച്ചും കൂടെ വലിയ യൂണിറ്റാണ് ഫൊണോളജി. ഫൊണോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് സൗണ്ട്സ് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡിയാണ്. പിന്നെ സിൻടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലിയൊരു ബ്രാഞ്ചായി. സെമാൻറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ കമ്മിങ് ടു ഓൾ ദിസ് നൗ. ഇതല്ല, ഈ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ മൈക്രോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഇനി പുറത്ത് കൊടുത്തിരിക്കുന്ന ഇതെല്ലാം തന്നെ മാക്രോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. സൈക്കോളജിയും ലാംഗ്വേജിനെ പറ്റിയുള്ളത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോളജിയും ലാംഗ്വേജിനെ ഉള്ളത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ഓൾ ദാറ്റ് ബിലോ. ഓക്കെ, ഇനി മൈക്രോ ലിംഗ്വിസ്റ്റിക്സിന്റെ ബ്രാഞ്ചസിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് ഡീൽ ചെയ്യാം. ലെറ്റ്സ് സീ അബൌട്ട് ദാറ്റ്. ഐ എം സോറി. ഫൊണറ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫൊണറ്റിക്സ് ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ഇപ്പൊ ലാംഗ്വേജിനെ സ്പീച്ച് സൗണ്ട്സിന്റെ ലെവലിൽ പഠിക്കുന്ന ബ്രാഞ്ചിനാണ് നമ്മൾ ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ടും ഹൗ സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് using the human speech mechanism, how sounds are transmitted and how sounds are received by the auditory system. ഇതിനെപ്പറ്റി 3 ബ്രാഞ്ചസ് ആണ് ഫൊണറ്റിക്സിനകത്തുള്ള. വി വിൽ സ്റ്റഡി ദാറ്റ് ലേറ്റർ. അപ്പൊ ഇതിൽ തന്നെ ഒരു സൗണ്ടും വേറൊരു സൗണ്ടും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഫൊണറ്റിക്സിൽ പഠിക്കുന്നു. അപ്പൊ ഇൻ ഷോർട്ട്, ഫൊണറ്റിക്സ് ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ഇപ്പോൾ ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അറ്റ് ദ ലെവൽ ഓഫ് സൗണ്ട്സ്. ഹൗ സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്, ഹൗ സൗണ്ട്സ് ആർ ട്രാൻസ്മിറ്റഡ്, ഹൗ സൗണ്ട്സ് ആർ റിസീവ്ഡ്. And it also distinguishes sounds from each other. So in short, it's a scientific study of speech sounds. അടുത്ത മൈക്രോ ലിംഗ്വിസ്റ്റിക്സിന്റെ ബ്രാഞ്ച് ആണ് ഫൊണോളജി. ഫൊണോളജി എന്ന് പറഞ്ഞാൽ ഹൗ സൗണ്ട്സ് ആർ കമ്പൈൻഡ്. സൗണ്ട്സിന്റെ കോമ്പിനേഷനെ പറ്റിയാണ്. ഒരു സ്പീച്ച് ഉണ്ടാക്കണമെങ്കിൽ ഒരു സൗണ്ട് വെച്ച് മാത്രം പറ്റില്ല. ഞാൻ ഹ ഹ ഹ ഹ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീച്ച് ആവില്ല. ഐ ഹാവ് ടു കമ്പൈൻ ഇറ്റ് വിത്ത് അതർ സൗണ്ട്സ് ടു. അപ്പം ഈ സൗണ്ട്സ് എല്ലാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് സ്പീച്ചിന്റെ യൂണിറ്റ്സ് ആയി മാറുന്നത്, സൗണ്ട്സ് ഫോം ചെയ്ത് കമ്പൈൻ ചെയ്ത് എങ്ങനെ സിലബിൾസ് ആകുന്നു, എങ്ങനെ ലാർജർ യൂണിറ്റ്സ് ആകുന്നു, അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഫൊണോളജി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ സ്പീച്ച് sounds function in a language. It is a study of how speech sounds function in a language. അടുത്ത മൈക്രോ ലിംഗ്വിസ്റ്റിക്സിന്റെ ബ്രാഞ്ച് ആണ് മോർഫോളജി. മോർഫോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലാംഗ്വേജിൽ യൂണിറ്റ്സ് ഉണ്ട്. സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സൗണ്ട്സ് തന്നെയാണ്, ഫോണീംസ് എന്ന് നമ്മൾ പറയുന്ന. ഇപ്പൊ പാർക്ക് എന്ന് പറയുന്ന പാക്ക് അല്ലെങ്കിൽ കാർ എന്ന് പറയുന്ന വേർഡിൽ ക ക ആ അങ്ങനെ 2 കണ്ടൻസ് ഉണ്ട്, 2 സൗണ്ട്സ് ഉണ്ട്. അതാണ് അതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ലെറ്റ്സ് ടേക്ക് എ ബിഗർ വേർഡ്, ഗ്രീനർ എന്ന് പറഞ്ഞൊരു വേർഡ് എടുക്കുന്നു. അത് നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഗ്രീൻ പ്ലസ് ER. ഗ്രീൻ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് അല്ലേ, പച്ച എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. അപ്പൊ ER എന്ന് പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ടോ? പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അർത്ഥമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിനും ഒരു മീനിങ് ഉണ്ട്. ER എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് എന്ന് കാണിക്കുന്നുണ്ട്. സാധാരണ പച്ചയല്ല, ഇറ്റ് ഈസ് മോർ ഗ്രീൻ ദാൻ സം അതർ കൈൻഡ് ഓഫ് ഗ്രീൻ. ഓക്കെ, അപ്പൊ ആ ഒരു അർത്ഥം അതിന് വരുന്നുണ്ട്. അപ്പൊ ER എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിനും അർത്ഥമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മോർഫീംസ് എന്ന് പറയുന്നത്. ഓരോ വേർഡിലും കുറച്ച് മോർഫീംസ് ഒക്കെ കാണും. മോർഫീം ഇസ് എ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. Morpheme is the smallest meaningful unit of a language. The green plus ER is equal to greener.
ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയും. ഫ്രണ്ട് പ്ലസ് ഷിപ്പ് പ്ലസ് എസ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അറിയാം, കൂട്ടുകാരൻ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സൗഹൃദം. അപ്പൊ ഷിപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഒരു മോർഫീമിന് അവിടെ അർത്ഥമുണ്ട്. അവിടെ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാൽ കപ്പൽ എന്ന് പറയുന്ന അർത്ഥമല്ല അവിടെ. അതായത് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു നൗണിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു നൗണാക്കി മാറ്റുന്ന ഒരു സംഭവം, അത്രേ ഉള്ളൂ. ഇനി ഫ്രണ്ട്ഷിപ്സ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ എസ് എന്ന് നമ്മൾ പറഞ്ഞു. എസ്സിനും മീനിങ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, രണ്ടോ അതിൽ കൂടുതലോ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം എസ്സിന് അവിടെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ മോർഫീംസ് എന്ന് പറയുന്നു. മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ സ്റ്റഡി of formation of words by combination of sounds into meaningful units called morphemes. അതായത് മോർഫീംസിന്റെ ലെവലിൽ ലാംഗ്വേജിനെ പഠിക്കുന്ന ബ്രാഞ്ചിനാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രാമർ എന്ന് പറയുന്നാൽ സെന്റൻസിന്റെ സിന്റാക്സിന്റെ പേരാണ് ഗ്രാമർ. ഒരു സെന്റൻസിന്റെ സിന്റാക്സ് നമ്മൾ പഠിക്കുന്നതിനാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു വേർഡിന്റെ ഗ്രാമറാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഒരു വേർഡിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ മോർഫോളജി. മോർഫോളജി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അടുത്ത മൈക്രോ ലിംഗ്വിസ്റ്റിക്സിന്റെ ലെവലാണ് സിന്റാക്സ് എന്ന് പറയുന്നത്. സിന്റാക്സ് എന്ന് പറയുന്ന ലെവലിൽ എങ്ങനെ ഹൗ വേർഡ്സ് കമ്പൈൻ ടു ഫോം ഫ്രേസസ്, ഹൗ ഫ്രേസസ് കമ്പൈൻ ടു ഫോം ക്ലോസസ്, ഹൗ ക്ലോസസ് കമ്പൈൻ ടു ഫോം സെന്റൻസസ്. ഇതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് സിന്റാക്സിൽ വരുന്നത്. നെക്സ്റ്റ് ലെവൽ ഇസ് സെമാൻറ്റിക്സ്. സെമാൻറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്, മൈക്രോ ലിംഗ്വിസ്റ്റിക്സിന്റെ ബ്രാഞ്ച്, ഇറ്റ് ഡീൽസ് വിത്ത് ദ ലെവൽ ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ്. ലാംഗ്വേജിലെ അർത്ഥത്തിനെ പറ്റി പഠിക്കുന്നു. അതിന്റെ ഓരോ ഫോർമൽ ആയിട്ടുള്ള ഒക്കേഷൻ, ഇപ്പൊ ബാങ്ക് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ എടുക്കുന്നു, അതിന് ഡിഫറെന്റ് മീനിങ്സ് ഉണ്ട് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ. ഞാൻ ബാങ്കിൽ പോവാണെന്ന് പറഞ്ഞാൽ ഞാൻ റിവർ ബാങ്കിൽ പോകുന്നു എന്നല്ലല്ലോ സാധാരണ പറയുന്നത്. ഇറ്റ് മീൻസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ മീൻ ബാങ്ക്സ് ഓഫ് റിവേഴ്സ്. അങ്ങനെ മീനിങ്ങിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ പ്രാഗ്മാറ്റിക്സ്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ സ്റ്റഡി ഓഫ് മീനിങ്. അവിടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മീനിങ് മാറുന്നു. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ മീനിങ് മാറുന്നു. ഒരു വേർഡ് തന്നെ നമ്മൾ പറയുന്നു, പക്ഷെ അതിന്റെ മീനിങ് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ മാറി മാറി വരുന്നു. അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് ഡോഗ്സ് ക്യാൻ ബി ഡേഞ്ചറസ്. ഹണ്ടിങ് ഡോഗ്സ് ക്യാൻ ബി ഡേഞ്ചറസ്. ഇതിന് രണ്ടർത്ഥമുണ്ട്. പട്ടികളെ വേട്ടയാടുന്നത് ഡേഞ്ചറസ് ആണ്, വേട്ടപ്പട്ടികൾ ഡേഞ്ചറസ് ആണ്. ഇത് നമ്മൾ സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു എന്താണ് ഇതിന്റെ മീനിങ് എന്നുള്ളത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. സോ മൈക്രോ ലിംഗ്വിസ്റ്റിക്സിന്റെ ബ്രാഞ്ചസ് അതൊക്കെയായിരുന്നു. സോ ജസ്റ്റ് quickly go through my screen. I just need a drinking break for a minute. So phonetics, phonology, morphology, syntax, semantics and pragmatics. Let's move on to macro linguistics. Macro linguistics നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു broader view of language ആണ് macro linguistics. First of all, let's deal with sociolinguistics. Sociolinguistics എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. It studies the relation between language and society. സൊസൈറ്റിയിലുള്ള ഫാക്ടേഴ്സ് എങ്ങനെ നമ്മുടെ ലാംഗ്വേജിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ലാംഗ്വേജ് വളരെ ഡിഫറെൻ്റ് ആണ്. ജിയോഗ്രഫിക്കൽ റീജിയൻ അനുസരിച്ച് ലാംഗ്വേജ് മാറുന്നു. സോഷ്യൽ ക്ലാസ് അനുസരിച്ച് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിലുള്ള ആളുകൾ സംസാരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. വർക്കിംഗ് ക്ലാസ്സുകാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോഷ്യൽ സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മൾ വളരെ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരാളാണ്, പക്ഷേ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ പൊസിഷനൊക്കെ കാരണം സൊസൈറ്റിയിൽ വളരെ ഉയർന്നു വന്നു. നമ്മുടെ ലാംഗ്വേജ് ചിലപ്പം അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ പണക്കാരായിട്ടുള്ള ചില മുതലാളിമാർ വളരെ എന്താ പറയുക ലോക്കലായിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പം അതൊരു കോമഡി ആയിട്ടാണ് പല ഫിലിംസിലും പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രം ലോഡ്ജിൽ ഒരു ജോർജ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഭയങ്കര പണക്കാരനാണ്, താജിലൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. പക്ഷെ ഭയങ്കര എന്താ പറയാ ഒരു പുള്ളിക്ക് മീൻ കച്ചവടക്കാരനായിരുന്നു.
പക്ഷെ അത് പിന്നെ എക്സ്പോർട്ടായി, അങ്ങനെ പുള്ളി വലിയ മുതലാളിയൊക്കെ ആയി മാറി. പക്ഷെ അപ്പോഴും പുള്ളിയുടെ ലാംഗ്വേജ് പഴയ ആ ഒരു ലാംഗ്വേജ് തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും കോമിക് റിലീഫിന് വേണ്ടിയാണ് നമ്മുടെ മൂവീസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു പ്രോജക്റ്റ് ആയിട്ടൊക്കെ എടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ അതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിന്റെ സ്കോപ്പിൽ വരുന്നത്. ഇപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ആർ സോഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് ജോഗ്രഫിക്കൽ റീജിയൻ, സോഷ്യൽ ക്ലാസ്, സോഷ്യൽ സിറ്റുവേഷൻ, ഓക്യുപ്പേഷൻ, ആർ ലാംഗ്വേജ് വിൽ ഡിഫർ. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡിക്കാണ് നമ്മൾ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് അഗൈൻ ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. സൈക്കി മീൻസ് മൈൻഡ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ മെന്റൽ പ്രോസസ്, മനസ്സിൽ ഒരുപാട് പ്രോസസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. പ്രോസസ്സസ് ഓഫ് തോട്ട് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ. ഇതെല്ലാം തന്നെ നമ്മൾ സംസാരിക്കുന്ന രീതിയെ പലപ്പോഴും അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ മെന്റലി കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സാഹചര്യമാണെങ്കിൽ വേർഡ്സ് ക്യാൻ ആക്ച്വലി ഫെയിൽ യു. നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ചിലപ്പം അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അതിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാം സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രോയിഡിന്റെ ഒരു പിന്തുടർച്ചക്കാരനാണ് ലക്കാൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കയാട്രിസ്റ്റ്. പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, അൺകോൺഷ്യസ് ഇസ് സ്ട്രക്ചേർഡ് ലൈക്ക് ലാംഗ്വേജ്. നമ്മുടെ മനസ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ അതേ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ അയാളുടെ അടുത്ത് ധാരാളം രോഗികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതില് ഒരു രോഗി സ്ഥിരമായിട്ടൊരു സ്വപ്നം കാണാറുണ്ട്. ഈ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവര് താഴെ വീഴുന്നു. ഇവര് നടു റോഡിൽ ഇവര് താഴെ ഉരുണ്ട് പിടച്ച് വീഴുന്നു. അതിന് ചുറ്റും നിന്ന ആളുകൾ ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, ചിരിക്കുന്നു. അങ്ങനെ ഒരു സ്വപ്നം സ്ഥിരമായിട്ട് ഇവർ കാണാറുണ്ട്. അപ്പൊ ലക്കാന്റെ കോൺസെപ്റ്റ് ആണ് ലാംഗ്വേജും മൈൻഡും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പുള്ളി ഇതിനെപ്പറ്റി എഴുതിയൊക്കെ വെച്ചു. അപ്പൊ ആ സ്വപ്നത്തിനെ എഴുതിയപ്പോഴത്തേക്ക് പുള്ളിക്ക് കിട്ടിയ കീ വേർഡാണ് ഫോളൻ വുമൺ. ഫോളൻ വുമൺ എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുന്നത് വളരെ ഷെയ്ഡി ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉള്ള, വളരെ മോശമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയെയാണ്, അല്ലെങ്കിൽ അവർക്ക് മോറൽ ആയിട്ടുള്ള എന്തെങ്കിലും കറപ്ഷൻസ് ഉള്ള ഒരു സ്ത്രീയാണ് ഫോളൻ വുമൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലിറ്ററലി അവരുടെ മനസ്സ് ഫോളൻ വുമൺ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ തന്നെ എടുത്തു അവരുടെ മനസ്സ്. എന്നിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്ത്, സ്വപ്നത്തിലൂടെ അത് ഇന്റർപ്രറ്റ് ചെയ്ത് അവർ വീണ് കിടക്കുന്നതായിട്ട്. അത് സത്യം പറഞ്ഞാൽ ലിറ്ററൽ ആയിട്ടുള്ള വീഴ്ചയല്ല ഉദ്ദേശിച്ചത്, ഒരു മെറ്റഫറിക്കൽ ആയിട്ടുള്ള ഒരു വീഴ്ചയാണ്. സോ ദാറ്റ് ഷോസ് ദാറ്റ് അവർ മൈൻഡ് ആൻഡ് ലാംഗ്വേജ് ആർ കണക്റ്റഡ്. And that is where psycholinguistics comes into play. So psycholinguistics is a study of language and mind. ഇനി അടുത്തത് ന്യൂറോലിംഗ്വിസ്റ്റിക്സ്. ന്യൂറോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആൻഡ് ബ്രെയിൻ ആൻഡ് ഹ്യൂമൻ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള ചില അപാകതകൾ കാരണം ലാംഗ്വേജ് മനസ്സിലാക്കാനും അത് പഠിക്കാനുമൊക്കെ ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്നൊക്കെ വരും. ചില സമയത്ത് ചില ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വായിക്കാൻ കഴിയുന്നില്ല, എഴുതാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു ഡാമേജ് ഇൻ ബ്രെയിൻ. അവിടെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സിന്റെ ആവശ്യം നമുക്ക് വരുന്നത്. ഇതെല്ലാം അപ്ലൈഡ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ആണ്. ന്യൂറോളജിയും ലിംഗ്വിസ്റ്റിക്സും കൂടെ കൂട്ടിക്കലക്കി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അതുവഴി അപ്പൊ നമ്മുടെ ബ്രെയിൻ മാപ്പിങ്ങിലൂടെ, നമ്മുടെ ബ്രെയിൻ സ്റ്റഡിയിലൂടെ വി ക്യാൻ ആക്ച്വലി ഗെറ്റ് ഓവർ ദിസ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് പ്രോബ്ലം. Then let's move on to the next one, discourse analysis. Discourse analysis എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെന്റൻസിനെ കാട്ടിലും വലുതായിട്ടുള്ള ചങ്ക്സ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. എക്സ്ക്യൂസ് മീ. ഇപ്പൊ ഒരു സെന്റൻസിനെക്കാളും വലിയ ചങ്ക്സ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ ഇതൊരു ചങ്ക് ഓഫ് ലാംഗ്വേജ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന എല്ലാ ടെക്സ്റ്റുകളും ചങ്ക്സ് ഓഫ് ലാംഗ്വേജ് ആണ്. ചങ്ക് എന്ന് പറയുന്നത് എന്താ, വലിയ കട്ട എന്ന് പറയില്ലേ, അതാണ്, അല്ലാതെ നിങ്ങളുടെ ചങ്കല്ല. ഓക്കെ, അപ്പൊ ചങ്ക്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയും. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും അതിനെ നിങ്ങൾക്ക് എൻ്റെ ഡിസ്കോഴ്സ്, മിനു ടീച്ചേഴ്സ് ഡിസ്കോഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചങ്ക്സ് ഓഫ് ലാംഗ്വേജിനാണ്, ഒരു സെന്റൻസിനെക്കാളും വലിയ ചങ്ക്സ് ഓഫ് ലാംഗ്വേജിനാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള സ്റ്റഡിക്ക് നമ്മൾ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയും. അപ്പൊ അതിൽ ഒരു സെന്റൻസ് എങ്ങനെ സംസാരിക്കുന്നു, ആ സെന്റൻസ് എങ്ങനെ മറ്റു സെന്റൻസുകളുമായിട്ട് ചേർന്ന് മീനിങ് ഫുൾ യൂണിറ്റ്സ് ആയിട്ട് മാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ചങ്ക്സ് പറയുന്ന കോണ്ടെക്സ്റ്റിൽ
അനുസരിച്ച് എന്താണ് കോണ്ടെക്സ്റ്റുമായിട്ടുള്ള റിലേഷൻ, ഇതെല്ലാം തന്നെ ഡിസ്കോഴ്സ് അനാലിസിസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രം, ഹ്യൂമൻ എവല്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓവർ ദി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹൗ ലാംഗ്വേജ് ഹാസ് ചേഞ്ച്ഡ്, കൾച്ചർ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ലാംഗ്വേജ് ഉണ്ടായത്. അപ്പോൾ കൾച്ചറും ലാംഗ്വേജും എവല്യൂഷനും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ് ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത്. അടുത്ത ബ്രാഞ്ച് എന്ന് പറയുന്നത് സ്റ്റൈലിസ്റ്റിക്സ്. സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു ലിറ്റററി ടെക്സ്റ്റില് ഒരു സ്റ്റൈല് കാണും, ഓരോ ഓഥറിനും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് കാണും. അപ്പോൾ ആ സ്റ്റൈലിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് സ്റ്റൈലിസ്റ്റിക്സ്. ഇപ്പോൾ വേർഡ്സ്വർത്തിന്റെ ലാംഗ്വേജ് പോലെ അല്ല കോളറിഡ്ജിന്റെ ലാംഗ്വേജ്, അത് തമ്മിലുള്ള സ്റ്റൈലിന്റെ വ്യത്യാസത്തിനെ പറ്റി പഠിക്കുന്നതാണ് സ്റ്റൈലിസ്റ്റിക്സ്. അടുത്തത് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സും ലിംഗ്വിസ്റ്റിക്സുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്നു, ഓഫൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ. അത് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. ദെൻ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ലിംഗ്വിസ്റ്റിക്സിനാണ് നമ്മൾ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Then we come to forensic linguistics or legal linguistics. ഇപ്പോൾ ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, ആ സമയത്ത് നമുക്ക് ലാംഗ്വേജിൻ്റെതായ എന്തെങ്കിലും ഒരു യൂസേജ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ മറ്റേ ഒരു സേതുരാമയ്യരുടെ ഒരു മൂവിയിൽ ഒരു വിക്ടിം മരിക്കുന്നതിനിടയ്ക്ക് വാളിൽ ഈശോ എന്ന് എഴുതുന്നു, ISOW എന്ന് എഴുതുന്നു. അപ്പം അത് എല്ലാവരും വിചാരിച്ചു സീരിയൽ കില്ലറിന്റെ ഇരട്ടപ്പേരാണ് ഈശോ എന്നുള്ളത്, അപ്പം അയാളാണ് എന്നെ കൊന്നത് എന്ന് എഴുതി വെച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ അത് വളരെ എന്താ പറയുക, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ലിംഗ്വിസ്റ്റിക്കലി അത് കണക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് ഈശോ അല്ല, അയാളത് തലകുത്തിക്കിടന്ന് എഴുതിയപ്പോഴത്തേക്ക് മോസി എന്ന് എഴുതിയതാണെന്ന് മനസ്സിലായി. അവിടെ ആക്ച്വലി ലാംഗ്വേജ് യൂസ് ചെയ്തു. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ്. അത് മാത്രമല്ല ഈ നിയമ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്ന വല്ലാത്ത വൃത്തിയായിട്ട ലാംഗ്വേജുകളാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പല കേസുകൾക്ക് വേണ്ടി ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അതെല്ലാം തന്നെ ഈ ഫോറൻസിക് അല്ലെങ്കിൽ ലീഗൽ ലിംഗ്വിസ്റ്റിക്സിന്റെ പരിധിയിൽ വരും. ദെൻ വി കം ടു ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഹൗ എ ലാംഗ്വേജ് ഹാസ് ചേഞ്ച്ഡ്. അതിനെ ഇപ്പം നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു, അത് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് എങ്ങനെ അതിന് പല സമയങ്ങളിൽ ഓരോ പീരിയഡ്സ് ഓഫ് ടൈമിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ്, the development of a language over a course of time, that is called historical linguistics. Then we come to comparative linguistics. Comparative linguistics എന്ന് പറഞ്ഞാൽ comparing between two or more languages. മലയാളവും ഇംഗ്ലീഷുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ അതാണ് കമ്പാരറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സർ വില്യം ജോൺസ്, അയാൾ ഇതുപോലെ ഒരു കമ്പാരറ്റീവ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് അയാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ദി ലാംഗ്വേജസ്. ഇപ്പം മലയാളവും തമിഴും തമ്മിലുള്ള ഹിസ്റ്റോറിക്കൽ റിലേഷൻ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുവാണെങ്കിൽ അത് കമ്പാരിറ്റീവുമാണ് ഹിസ്റ്റോറിക്കലുമാണ്. അപ്പം അത് കമ്പാരിറ്റീവ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇതൊക്കെയാണ് മാക്രോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. ഇനി ഇതിൽ 2-3 ബ്രാഞ്ചസിനെ പറ്റി നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. So sociolinguistics, psycholinguistics, neurolinguistics, discourse analysis, anthropological linguistics, stylistics, computational linguistics, applied linguistics, forensic linguistics, historical linguistics, and comparative linguistics. So this brings us to the end of the session today. This was a very introductory class on what is linguistics and why should we study linguistics and the different branches of linguistics, and I hope that you have benefited from this online class, and I'll send you the notes as soon as possible, and I advise you to read through this, and you can ask me in person if you have any doubts regarding today's class. Thank you so much for your attention and do well this semester.